Hello students, welcome back to Plus 2 Economics Online Classroom. Introduction to Microeconomics. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിനൊരാമുഖം എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രീവിയസ് ക്ലാസ്സിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് 2 മാർക്കിനുള്ള ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് 3 മാർക്കിനുള്ള ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്ത് ഡിസ്കസ് ചെയ്യാം. 3 മാർക്കിനുള്ള ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1. ക്ലാസിഫൈ ദി ഫോളോയിങ് ഇൻടു മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. താഴെ തന്നിരിക്കുന്നവയെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നിങ്ങനെ വർഗീകരിക്കുക. അതായത് ഈ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് വേരിയബിൾസ് നിങ്ങൾക്ക് തരും. എന്നിട്ട് ഏതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സ്, ഏതൊക്കെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് കാറ്റഗറൈസ് ചെയ്യുക. ഓക്കെ, വേരിയബിൾസ് ഞാനിവിടെ പറയുന്നു. ഡിമാൻഡ് അനാലിസിസ്, ചോദന വിശകലനം, കൺസംഷൻ ഫംഗ്ഷൻ, ഉപഭോഗധർമ്മം, തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, വിദേശ വ്യാപാര സിദ്ധാന്തം, ഇൻകം ഡിറ്റർമിനേഷൻ, വരുമാന നിർണയം, പ്രൈസിംഗ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഘടകങ്ങളുടെ വില നിർണയം, ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ, നിക്ഷേപ ധർമ്മം. ഇവയാണ് കൊടുത്തിട്ടുള്ള വേരിയബിളുകൾ. ഇനി ഇവയിൽ ഏതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സ്, ഏതൊക്കെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ആൻസർ ശ്രദ്ധിച്ചോളൂ. 2 കോളം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോളം മൈക്രോ എക്കണോമിക്സ് ആണ്, സെക്കൻഡ് കോളം മാക്രോ ഇക്കണോമിക്സ് ആണ്. ഓക്കെ, മൈക്രോ എക്കണോമിക്സിൽ വരുന്ന വേരിയബിൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് വൺ, ഡിമാൻഡ് അനാലിസിസ്, ചോദന വിശകലനം. ഡിമാൻഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് മൈക്രോ എക്കണോമിക്സിലാണ്. ഓക്കെ, സെക്കൻഡ്, പ്രൈസിംഗ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഘടകങ്ങളുടെ വില നിർണയം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച് പഠിച്ചത് എവിടെയായിരുന്നു? മൈക്രോ ഇക്കണോമിക്സിലാണ്. ദെൻ കൺസംഷൻ ഫംഗ്ഷൻ, ഉപഭോഗ ധർമ്മം, അത് മൈക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്ന വേരിയബിൾ ആണ്. ഓക്കെ, ഇത്രയാണ് മൈക്രോ ഇക്കണോമിക്സ്. നെക്സ്റ്റ് മാക്രോ ഇക്കണോമിക്സ്. ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ, നിക്ഷേപ ധർമ്മം. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മാക്രോ എക്കണോമിക്സിൽ വരും ചാപ്റ്ററുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വേരിയബിൾ ഇൻകം ഡിറ്റർമിനേഷൻ, വരുമാന നിർണയം. ഈ ഒരു വേരിയബിൾ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ മാക്രോ എക്കണോമിക്സിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, 4ാമത്തെ ചാപ്റ്റർ മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത് ഇൻകം ഡിറ്റർമിനേഷൻ, വരുമാനം നിർണയിക്കൽ എന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അവിടെ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് വേരിയബിൾ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, വിദേശ വ്യാപാര സിദ്ധാന്തം. ഇന്റർനാഷണൽ ട്രേഡ് എല്ലാം മാക്രോ എക്കണോമിക്സിലെ അണ്ടറിൽ വരുന്ന വേരിയബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് 3 മാർക്കിനുള്ള 2ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 2. മാച്ച് കോളം ബി ആൻഡ് സി വിത്ത് കോളം എ. കോളം ബി, സി എന്നിവയെ കോളം എയുമായി യോജിപ്പിക്കുക. ഇവിടെ 3 കോളങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, എ, ബി, സി. ഓക്കെ, ഇത് 3നെയും മാച്ച് ചെയ്യുക, അതാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ചോദ്യം നോക്കാം. എ കോളം ഞാൻ വായിക്കുന്നു. ക്യാപിറ്റലിസം, മുതലാളിത്തം. സെക്കൻഡ്, സോഷ്യലിസം. തേർഡ്, മിക്സ്ഡ് ഇക്കണോമി, മിശ്ര സമ്പദ് വ്യവസ്ഥ. നെക്സ്റ്റ് ബി കോളം നോക്കിക്കോളൂ. ബ്രിട്ടൻ, പാകിസ്ഥാൻ, റഷ്യ. സി കോളം നോക്കിക്കോളൂ. ഇന്ത്യ, USA, ചൈന. ഇനി എ, ബി, സി കോളങ്ങൾ മാച്ച് ചെയ്യുക. ആൻസർ
ശ്രദ്ധിച്ചോളൂ. കോളം എയിലെ ഒന്നാമത്തെ പോയിന്റ് ക്യാപിറ്റലിസം, മുതലാളിത്തം. ബി കോളത്തിൽ മാച്ച് ചെയ്യുന്നത് എന്താണ്? ബ്രിട്ടൻ. സി കോളത്തിൽ മാച്ച് ചെയ്യുന്നത് USA. അതായത് ബ്രിട്ടനിലും USA-യിലും ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയാണ്. നെക്സ്റ്റ് സോഷ്യലിസം. ബി കോളത്തിൽ മാച്ച് ചെയ്യുന്നത് റഷ്യ. സി കോളത്തിൽ മാച്ച് ചെയ്യുന്നത് ചൈന. ഓക്കെ, കാരണം സോഷ്യലിസ്റ്റ് ഇക്കണോമി, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള രണ്ട് രാജ്യങ്ങളാണ് റഷ്യ, ചൈന. ഓക്കെ, നെക്സ്റ്റ് മിക്സ്ഡ് ഇക്കണോമി, മിശ്ര സമ്പദ് വ്യവസ്ഥ. ബി കോളത്തിൽ മാച്ച് ചെയ്യുന്നത് പാകിസ്ഥാൻ, സി കോളത്തിൽ ഇന്ത്യ. ബിക്കോസ് മിക്സ്ഡ് ഇക്കണോമി, മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള എക്സാമ്പിൾസ് ആണ് ഇന്ത്യ, പാകിസ്ഥാൻ. ഓക്കെ, ഈ രണ്ട് രാജ്യങ്ങളിലും മിക്സ്ഡ് ഇക്കണോമിയാണ് ഫോളോ ചെയ്യുന്നത്. ഈ കാര്യം ഇക്കണോമിക് സിസ്റ്റംസ്, സാമ്പത്തിക സംവിധാനങ്ങൾ പറഞ്ഞ സമയത്ത് അവിടെ ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നിരുന്നു. അതായത് സോഷ്യലിസ്റ്റ് ഇക്കണോമി, ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, മിക്സ്ഡ് ഇക്കണോമി. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഈ മൂന്ന് സമ്പദ് വ്യവസ്ഥകൾക്കും ഉള്ള എക്സാമ്പിളുകൾ പറഞ്ഞു തന്നിരുന്നു. ആ കാര്യം മനസ്സിൽ ഓർമ്മ വേണം, എങ്കിൽ പെട്ടെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. 3 മാർക്കിനുള്ള മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. സിൻസ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്, ദേ ഷുഡ് ബി പ്രോപ്പർലി യൂസ്ഡ്. കമന്റ് ഓൺ ദി സ്റ്റേറ്റ്മെന്റ് ഇൻ ദി ലൈറ്റ് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് എനർജി റിസോഴ്സസ് ഇൻ കേരള. വിഭവങ്ങൾ പരിമിതമായതിനാൽ അവയെ കൃത്യതയോടുകൂടി വിനിയോഗിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഊർജ വിനിയോഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്താവനയെ വിശദീകരിക്കുക. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്തായിരുന്നു സ്റ്റേറ്റ്മെന്റ്? സിൻസ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്, ദേ ഷുഡ് ബി പ്രോപ്പർലി യൂസ്ഡ്. വിഭവങ്ങൾ പരിമിതമായതിനാൽ അവയെ കൃത്യതയോടുകൂടി വിനിയോഗിക്കേണ്ടതുണ്ട്. ഇതാണ് പ്രസ്താവന. ഇനി എന്താണ് നമ്മുടെ ചോദ്യം? ഈ ഒരു പ്രസ്താവനയെ നമ്മുടെ കേരളത്തിലെ ഊർജ വിനിയോഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശദീകരിക്കുക. അതായത് കമന്റ് ഓൺ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദി ലൈറ്റ് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് എനർജി റിസോഴ്സസ് ഇൻ കേരള. ഓക്കെ, ആൻസർ ശ്രദ്ധിച്ചോളൂ. ദിസ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റ്സ് ടു ദി പ്രോബ്ലം ഓഫ് scarcity of resources and thus connected to the scarcity definition of ലയണൽ റോബിൻസ്. ഈ പ്രസ്താവന വിഭവങ്ങളുടെ ദൗർലഭ്യവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അതിനാൽ ലയണൽ റോബിൻസിന്റെ ദൗർലഭ്യ നിർവചനത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഈ പ്രസ്താവന. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, ദൗർലഭ്യ നിർവചനം പഠിച്ചിട്ടുണ്ട് അല്ലേ? മൈക്രോ ഇക്കണോമിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ആദ്യം തന്നെ പഠിച്ചത് ഡിഫറെന്റ് ഡെഫിനിഷൻസ് ഓഫ് ഇക്കണോമിക്സ്, വിവിധ സാമ്പത്തിക നിർവചനങ്ങളായിരുന്നു ആദ്യമായിട്ട് പഠിച്ച് തുടങ്ങിയത് അല്ലേ? ഈ ചാപ്റ്റർ തുടങ്ങിയത് ഈ ഒരു കാര്യം പഠിച്ചുകൊണ്ടായിരുന്നു. ഒരു ടാബുലർ പ്രസന്റേഷൻ ആയിട്ട് ആ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. 4 ഡെഫിനിഷൻസ് പഠിച്ചു. വെൽത്ത് ഡെഫിനിഷൻ, സമ്പത്ത് നിർവചനം, അതാരുടേതായിരുന്നു? ആഡം സ്മിത്ത്. സെക്കൻഡ് വെൽഫെയർ ഡെഫിനിഷൻ, ക്ഷേമ നിർവചനം, അതാരുടേതായിരുന്നു? ആൽഫ്രഡ് മാർഷൽ. തേർഡ് വൺ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, ദൗർലഭ്യ നിർവചനം, അതാരുടേതായിരുന്നു? ലയണൽ റോബിൻസ്. ദെൻ ഫോർത്ത് വൺ ഗ്രോത്ത് ഡെഫിനിഷൻ, വളർച്ചാ നിർവചനം, അതാരുടേതായിരുന്നു? പോൾ എ സാമുവൽസൺ. ഈ 4 ഡെഫിനിഷൻസ് പഠിച്ചു. അതിൽ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, ദൗർലഭ്യ നിർവചനവുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രസ്താവന. അത് മുന്നോട്ട് വെച്ച ഇക്കണോമിസ്റ്റ് ആരായിരുന്നു? ലയണൽ റോബിൻസ് ആണ്. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് സ്റ്റേറ്റ്മെന്റ്, ദി സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ഫോഴ്സസ് ദി ഇക്കണോമി ടു ചൂസ് ദി മോസ്റ്റ് അർജന്റ്
നീഡ് ദാറ്റ് ഈസ് ടു ബി സാറ്റിസ്ഫൈഡ്. ഈ പ്രസ്താവന അനുസരിച്ച് വിഭവങ്ങളുടെ ദൗർലഭ്യം ഒരു സമ്പദ് വ്യവസ്ഥയെ അനുയോജ്യമായ തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നു. ഓക്കെ, ഈ പോയിന്റും നമുക്ക് അറിയുന്നതാണ്. ദാറ്റ് ഈസ് റിസോഴ്സസ് ആർ സ്കേഴ്സ് ഓർ ലിമിറ്റഡ് ബട്ട് ദി ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. അല്ലേ? സ്കേഴ്സിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? ഹ്യൂമൻ വാണ്ട്സ് എക്സീഡ്സ് ഓർ ഹ്യൂമൻ വാണ്ട്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദി അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. വിഭവങ്ങളുടെ ലഭ്യതയേക്കാൾ കൂടുതലാണ് മനുഷ്യന്റെ ആവശ്യങ്ങളെങ്കിൽ അത്തരം സാഹചര്യത്തിനെയാണ് വിഭവ ദൗർലഭ്യമെന്ന് പറയുന്നത്. എപ്പോഴും മനുഷ്യന്റെ ആവശ്യങ്ങളാണ് ഉയർന്നു നിൽക്കുന്നത്, ലഭ്യമായ വിഭവങ്ങൾ അതിനേക്കാളും താഴെയായിരിക്കും. ഈ ഒരു വ്യത്യാസത്തിനെയാണ് വിഭവ ദൗർലഭ്യം അല്ലെങ്കിൽ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, therefore the scarcity of resources force the economy to choose the most urgent need that is to be satisfied. വിഭവങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു ദൗർലഭ്യം കൊണ്ട് അത് എന്തിലേക്ക് നയിക്കുന്നു? ഒരു സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും അത്യാവശ്യമുള്ളവയെ തെരഞ്ഞെടുക്കുന്നതിലേക്ക് നയിക്കുന്നു. അതായത് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ആ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാനുള്ള വിഭവങ്ങൾ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ഏറ്റവും അർജന്റ് ആയിട്ടുള്ള, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾ ഏതാണോ അത് ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കുന്നു, അതിനുവേണ്ടി വിഭവങ്ങൾ ചെലവഴിക്കുന്നു. ഓക്കെ, ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിൻസ് എനർജി റിസോഴ്സസ് ഇൻ കേരള ഈസ് ലിമിറ്റഡ് ഇൻ സപ്ലൈ, ഇറ്റ് ഹാസ് ടു ബി ജുഡീഷ്യസ്ലി യൂട്ടിലൈസ്ഡ്. ഫുൾ സ്റ്റോപ്പ്. കൺട്രോൾ ഓവർ ദി utilization of energy is necessary in states like Kerala so that this scarce resource can be protected. വിഭവങ്ങൾ ഏറ്റവും അത്യാവശ്യമായ ആവശ്യത്തിനു വേണ്ടിയാവണം വിനിയോഗിക്കേണ്ടത്. കേരളത്തിലെ ഇലക്ട്രിസിറ്റി ഉപയോഗത്തിന്റെ കാര്യത്തിലും ഈ ഒരു യുക്തിപൂർവമായ ഉപയോഗ രീതി അനിവാര്യമാണ്. കാരണം ഇലക്ട്രിസിറ്റി ലഭ്യത കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം. ഓക്കെ, ഇവിടെ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. കേരളത്തിലെ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാം, എനർജി റിസോഴ്സ് കുറവാണ്, ലോഡ് ഷെഡിങ്, പവർ കട്ട്, ഇതെല്ലാം കേരളത്തിൽ വളരെ കൂടുതലാണ്. ഓക്കെ, ഈ ഒരു കാര്യം ഉണ്ടാവാനുള്ള സാഹചര്യം എന്താണ്? ലാക്ക് ഓഫ് എനർജി റിസോഴ്സസ് ഓർ ലിമിറ്റഡ് എനർജി റിസോഴ്സസ്. ഇത്തരം വിഭവ ദൗർലഭ്യങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരളത്തിലെ ഇലക്ട്രിസിറ്റി. അതാണ് ഇവിടെ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് അതിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. 3 മാർക്കിനുള്ള 4ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ക്ലാസിഫൈ ദി ഫോളോയിങ് ഫീച്ചേഴ്സ് അണ്ടർ ദി ടൈറ്റിൽ സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി ആൻഡ് മാർക്കറ്റ് ഇക്കണോമി. താഴെ തന്നിരിക്കുന്നവയെ ഉചിതമായി വർഗീകരിക്കുക. താഴെ കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, ശ്രദ്ധിച്ചോളൂ. പ്രൈസ് മെക്കാനിസം, വില സംവിധാനം, കോംപ്രഹെൻസീവ് പ്ലാനിംഗ്, സമഗ്രമായ ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിംഗ്, വെൽഫെയർ മോട്ടീവ്, ക്ഷേമ ലക്ഷ്യം, പ്രോഫിറ്റ് മോട്ടീവ്, ലാഭ ലക്ഷ്യം, പബ്ലിക് സെക്ടർ, പൊതുമേഖല, പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖല. ഓക്കെ, ഇനി ഇപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ, പ്രൈസ് മെക്കാനിസം, കോംപ്രഹെൻസീവ് പ്ലാനിംഗ്, വെൽഫെയർ മോട്ടീവ്, പ്രോഫിറ്റ് മോട്ടീവ്, പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ, വില സംവിധാനം, സമഗ്ര ആസൂത്രണം, ക്ഷേമ ലക്ഷ്യം, ലാഭലക്ഷ്യം, പൊതുമേഖല, സ്വകാര്യ മേഖല, ഇത്രയും കാര്യങ്ങളെ 2 കോളങ്ങളാക്കിയിട്ട് വേർതിരിച്ച് എഴുതുക. ഏതൊക്കെ കോളങ്ങളാണ്? സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി, കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥ. ദെൻ മാർക്കറ്റ് ഇക്കണോമി, കമ്പോള സമ്പദ് വ്യവസ്ഥ. ഓക്കെ, ആൻസർ ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് കോളം സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി,
കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥ. സെക്കൻഡ് കോളം മാർക്കറ്റ് ഇക്കണോമി. ആദ്യം സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി, കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ പറയുന്നു. ഫസ്റ്റ് വൺ കോംപ്രഹെൻസീവ് പ്ലാനിംഗ്, സമഗ്രമായ ആസൂത്രണം. ഓക്കെ, അറിയുന്ന കാര്യമാണ്. സെക്കൻഡ് പബ്ലിക് സെക്ടർ, പൊതുമേഖല. കാരണം സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി, അവിടെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ തീരുമാനങ്ങളും അതുപോലെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഉപാധികളെല്ലാം ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും അതുപോലെ നിയന്ത്രണത്തിലുമാണ്. കൺട്രോൾ ആൻഡ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് കംപ്ലീറ്റ്ലി ഹെൽഡ് ബൈ ഗവൺമെന്റ് ഓർ പബ്ലിക് സെക്ടർ. ദെൻ വെൽഫെയർ മോട്ടീവ് ആണ് അല്ലേ? സോഷ്യലിസ്റ്റ് ഇക്കണോമിയുടെ മോട്ടീവ്, ലക്ഷ്യം എന്താണ്? വെൽഫെയർ മോട്ടീവാണ്, ക്ഷേമം വർദ്ധിപ്പിക്കുക. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ആൻസറേ ഉള്ളൂ. ദെൻ മാർക്കറ്റ് ഇക്കണോമി, കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് വൺ പ്രൈസ് മെക്കാനിസം, വില സംവിധാനം. എന്താണ് പ്രൈസ് മെക്കാനിസം? നമുക്കറിയാം. ഓക്കെ, ഡിമാൻഡും സപ്ലൈയും കൂടെ ഒരുമിച്ച് ചേർന്ന് നിർണ്ണയിക്കുന്നതാണ് പ്രൈസ് മെക്കാനിസം അല്ലെ? അവരെന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ടു മാർക്കറ്റ് ഫോഴ്സസ്, രണ്ട് കമ്പോള ശക്തികളാണ്. ദെൻ പ്രോഫിറ്റ് മോട്ടീവ് ആണ്. മാർക്കറ്റ് ഇക്കണോമിയുടെ മോട്ടീവ്, ലക്ഷ്യം എന്താണ്? ലാഭം വർദ്ധിപ്പിക്കുക, പ്രോഫിറ്റ് മോട്ടീവാണ്. ദെൻ പ്രൈവറ്റ് സെക്ടർ അല്ലെ? മാർക്കറ്റ് ഇക്കണോമിയിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഉപാധികളും അതുപോലെ എല്ലാ തീരുമാനങ്ങളും ഡിസിഷൻസും എടുക്കുന്നത് പ്രൈവറ്റ് സെക്ടർ ആയിരിക്കും അല്ലെ? പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമാണ് ഉൽപാദന ഉപാധികളെല്ലാം നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5, 3 മാർക്കിനുള്ള 5ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ലേബർ ഇന്റൻസീവ് ടെക്നിക് ഈസ് ദി ബെസ്റ്റ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ. ഗിവ് ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് ആൻഡ് എഗെയിൻസ്റ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ്. തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യയാണ് ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ. ഇതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും പ്രസ്താവനകൾ തയ്യാറാക്കുക. ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ, വിവിധ ഇനം ഉൽപാദന സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിരുന്നു. 2 തരം ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഉള്ളത്. ലേബർ ഇന്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യയും. ദെൻ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, മൂലധന തീവ്ര സാങ്കേതിക വിദ്യയും. രണ്ടും എന്താണെന്ന് നമുക്കറിയാം. ലേബർ ഇന്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കൂടുതൽ ലേബേഴ്സിനെയും കുറവ് ക്യാപിറ്റലും, ഒരുപാട് തൊഴിലാളികളെയും കുറവ് മൂലധനവും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഉൽപാദന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യ. എന്തായിരുന്നു ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ? കൂടുതൽ മൂലധനവും കുറവ് തൊഴിൽ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് മൂലധന തീവ്ര സാങ്കേതിക വിദ്യ. രണ്ടും നമുക്കറിയാം. പോയിന്റ്സ് നിങ്ങൾ ഓർത്തു വെക്കുക. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കിവിടെ ആവശ്യമുള്ളത് എന്താണ്? ലേബർ ഇന്റൻസീവ് ടെക്നിക് ഈസ് ദി ബെസ്റ്റ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ. തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യയാണ് ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ. ഇതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും, ഇതിന് ഫേവർ ആയിട്ടും എഗെയിൻസ്റ്റ് ആയിട്ടും പോയിന്റുകൾ പറയുക. ഓക്കെ, ഫസ്റ്റ് ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ്, അതായത് ഈ ഒരു പ്രസ്താവനയെ അനുകൂലിച്ചുകൊണ്ടുള്ള പോയിന്റുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ലേബർ ഇന്റൻസീവ് ടെക്നിക് പ്രൊവൈഡ്സ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യ കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നു. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്. അതായത് ലേബർ ഇന്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ഉണ്ടാക്കുന്നു? കൂടുതൽ തൊഴിലവസരങ്ങൾ, കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ്, ലേബർ ഇന്റൻസീവ് ടെക്നിക് നീഡ്സ് ലെസ് ക്യാപിറ്റൽ. കുറച്ച് മൂലധനം മാത്രമേ ഈ രീതിയിൽ ആവശ്യമുള്ളൂ അല്ലേ? ലേബർ ഇന്റൻസീവ് ടെക്നിക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, കൂടുതൽ എംപ്ലോയീസും കുറവ് ക്യാപിറ്റലും അല്ലേ? കൂടുതൽ
തൊഴിൽ ശക്തിയും കുറവ് മൂലധനവും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രൊഡക്ഷൻ ടെക്നിക്കാണ് അല്ലെങ്കിൽ ഉൽപാദന രീതിയാണ് ഇത്. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? കുറച്ച് ക്യാപിറ്റൽ മാത്രം മതി, അല്ലേ? ലെസ് ക്യാപിറ്റൽ ഇസ് നീഡഡ്. തേർഡ് പോയിന്റ്, ലേബർ ഇന്റൻസീവ് ടെക്നിക് റിക്വയർസ് ലെസ് സ്കിൽ ഓൺലി. പരിശീലനം കുറവ് മതി ഈ രീതിയിൽ. കൂടുതൽ പരിശീലനങ്ങൾ, അതായത് കൂടുതൽ ട്രെയിനിങ്ങുകളുടെ ആവശ്യമൊന്നും ഈ ലേബർ ഇന്റൻസീവ് ടെക്നിക്കിൽ ആവശ്യമായിട്ട് വരുന്നില്ല. ഹൈ സ്കിൽസ് ഒന്നും ഈ ഒരു ടെക്നിക് ഓഫ് പ്രൊഡക്ഷന് ആവശ്യമില്ല. എന്ന് വെച്ച് സ്കില്ലൊന്നും വേണ്ട എന്നല്ല, സാധാരണയായിട്ട് കുറവ് സ്കില്ല് മതി. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ഫേവർ ആയിട്ടുള്ള, അനുകൂലിച്ചുകൊണ്ടുള്ള പോയിന്റുകൾ. നെക്സ്റ്റ്, ആർഗ്യുമെന്റ് എഗെയിൻസ്റ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ്. ഈ പ്രസ്താവനയെ പ്രതികൂലിച്ചുകൊണ്ടുള്ള പോയിന്റുകൾ ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് പോയിന്റ്, ലേബർ ഇന്റൻസീവ് ടെക്നിക് ഈസ് ലെസ് പ്രൊഡക്റ്റീവ്. ഈ രീതി ഉൽപാദനക്ഷമത കുറഞ്ഞതാണ്. കാരണം എന്തുകൊണ്ടാണ്? ഈ ഒരു രീതിയിൽ പരിശീലനം കുറവ് മതി. ലെസ് സ്കിൽ ഈസ് റിക്വയർഡ് ഫോർ ലേബർ ഇന്റൻസീവ് ടെക്നിക്. ആ ഒരു പോയിന്റ് പഠിച്ചു. ഇതുകൊണ്ട് തന്നെ ഇതെന്തിനേക്ക് കാരണമാവും? ഉൽപാദനക്ഷമത കുറയാൻ കാരണമാവും. ദിസ് ലീഡ്സ് ടു ലെസ് പ്രൊഡക്ടിവിറ്റി. ഉൽപാദനക്ഷമത കുറയാൻ കാരണമാവും. സെക്കൻഡ് പോയിന്റ്, ലേബർ ഇന്റൻസീവ് ടെക്നിക് പ്രിവെന്റ്സ് ഡെവലപ്മെന്റ്. ഇത് വേഗത്തിലുള്ള വികസനത്തെ തടയുന്നതാണ്. അതായത് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്ക്, മൂലധന തീവ്ര സാങ്കേതിക വിദ്യയാണെങ്കിൽ കൂടുതൽ ടെക്നോളജീസ്, മോഡേൺ ടെക്നോളജീസ്, ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കും. ഇതെന്തിന് കാരണമാവും? ടെക്നോളജിക്കൽ പ്രോഗ്രസ്, സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് കാരണമാവും. ഇതോടെ രാജ്യത്തിന്റെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിനും കാരണമാവും. ഓക്കെ, എന്നാൽ ലേബർ ഇന്റൻസീവ് ടെക്നിക്കാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് എന്തിനെ പ്രിവെന്റ് ചെയ്യും? ഡെവലപ്മെന്റിനെ പ്രിവെന്റ് ചെയ്യുന്നു. ഇത് വേഗത്തിലുള്ള വികസനത്തെ തടയുന്നു. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഡെവലപ്മെന്റ് ഉണ്ടാവില്ല, പതിയെ 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 ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, തേർഡ് പോയിന്റ്, ലേബർ ഇന്റൻസീവ് ടെക്നിക് മേക്സ് ദി ഇക്കണോമി ലെസ് പ്രൊഡക്റ്റീവ്. ഈ ഒരു രീതി സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദനക്ഷമത കുറയ്ക്കാൻ കാരണമാവുന്നു. ദിസ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ലീഡ്സ് ടു ദി ഇക്കണോമി ലെസ് പ്രൊഡക്റ്റീവ്. സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദനക്ഷമത കുറയ്ക്കാൻ ഈ ഒരു രീതി കാരണമായി മാറുന്നു. അപ്പോൾ 3 പോയിന്റ് ഇൻ ഫേവർ, അനുകൂലിച്ചുകൊണ്ടും, അതുപോലെ 3 പോയിന്റുകൾ എഗെയിൻസ്റ്റ് ആയിട്ടും പ്രതികൂലിച്ചുകൊണ്ടും ഡിസ്കസ് ചെയ്തു. ഈ ഒരു ചോദ്യം എക്സാമിന് വന്നിട്ടുള്ളതാണ്. ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, റിപ്പീറ്റ് ചെയ്തു വരുന്ന ഒരു ചോദ്യം കൂടെയാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 6, 3 മാർക്കിനുള്ള 6ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഗിവൺ ബിലോ എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓഫ് ആൻ ഇക്കണോമി, ഫുൾ സ്റ്റോപ്പ്, കമ്പയർ ദി പോയിന്റ്സ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ഓഫ് ദി ഇക്കണോമി. താഴെ തന്നിരിക്കുന്ന ഉൽപാദന സാധ്യതാ വക്രത്തിലെ പോയിന്റുകൾ വിശദീകരിക്കുക. ഓക്കെ, ഇവിടെ PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ, ഉൽപാദന സാധ്യത അതിർത്തി, 2 പേരുകളും പഠിച്ചു വെക്കണം. PPC ഓർ PPF ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് ആക്സിസിൽ ഗുഡ് 1, സാധനം 1 ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Y ആക്സിസിൽ ഗുഡ് 2, സാധനം 2 ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. PPCയുടെ ഷേപ്പ് എന്തായിരുന്നു? കോൺകേവ് ടു ഒറിജിൻ, ഒറിജിനിലേക്ക് കോൺകേവ് ആകൃതിയായിരിക്കും. ഇനി നോക്കിക്കേ, ഇവിടെ 3 പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പോയിന്റ് A, B ആൻഡ് C. ഓരോ പോയിന്റും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്, പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഓക്കെ, പോയിന്റ് A നിങ്ങൾ പറഞ്ഞ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലാണ് പോയിന്റ് A നിൽക്കുന്നത്. ആ പോയിന്റ് എന്തിനെയാണ് കാണിക്കുന്നത്? ദാറ്റ് ഈസ് പോയിന്റ് A ഷോസ്
fuller utilization of available resources and technology. വിഭവങ്ങളുടെ പൂർണ്ണമായും കാര്യക്ഷമമായുമുള്ള ഉപയോഗത്തെ കാണിക്കുന്നതാണ് പോയിന്റ് എ. എന്തുകൊണ്ടാണ്? PPC കർവിലാണ് പോയിന്റ് എ നിൽക്കുന്നത്. PPC എന്തിനെയാണ് കാണിക്കുന്നത്? ഫുള്ളർ ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ടെക്നോളജി. വിഭവങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും പൂർണ്ണവും കാര്യക്ഷമമായുമുള്ള ഉപയോഗത്തെ അല്ലെങ്കിൽ വിനിയോഗത്തെ കാണിക്കുന്നതാണ് PPC. അതുകൊണ്ട് പോയിന്റ് എ എന്തിനെ സൂചിപ്പിക്കുന്നു? വിഭവങ്ങളുടെ പൂർണ്ണമായ വിനിയോഗം, ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇനി പോയിന്റ് ബി നോക്കിക്കേ നിങ്ങൾ. ബി എവിടെയാണ് നിൽക്കുന്നത്? PPCയുടെ ഉള്ളിലാണ് അല്ലെ, അകത്താണ് നിൽക്കുന്നത്. അതെന്തിനെയാണ് കാണിക്കുന്നത്? പോയിന്റ് ബി ഷോസ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ പൂർണ്ണമല്ലാത്ത വിനിയോഗം. എന്ന് വെച്ചാൽ വിഭവങ്ങൾ മുഴുവനായിട്ട് ഉപയോഗിക്കുന്നില്ല, ഒരു ഭാഗം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആ പോയിന്റ് ആണ് എന്തിനെ കാണിക്കുന്നത്? പോയിന്റ് ബി കാണിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി പോയിന്റ് സി നോക്കിക്കേ. അതെവിടെ നിൽക്കുന്നത്? PPCയുടെ മുകളിലാണ് അല്ലെങ്കിൽ പുറത്താണ്. ആ പോയിന്റ് നമുക്ക് കിട്ടുമോ? ഇല്ല. അത് കിട്ടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് വർദ്ധിക്കണം. ആണല്ലോ? റിസോഴ്സ് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ പറയാം? പോയിന്റ് സി ഷോസ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ വളർച്ചയെ കാണിക്കുന്നതാണ് പോയിന്റ് സി. അത് ഓർത്ത് വെക്കണം. അപ്പോൾ പോയിന്റ് എ എന്താണ്? ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ പൂർണ്ണമായ വിനിയോഗം. പോയിന്റ് ബി എന്താണ്? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ പൂർണ്ണമല്ലാത്ത വിനിയോഗം. പോയിന്റ് സി എന്താണ് കാണിക്കുന്നത്? ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ വളർച്ചയാണ് കാണിക്കുന്നത്. ഓർ ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച എന്നും പറയും. രണ്ടു പേരും ഓർത്ത് വെക്കണം. പോയിന്റ് സി എന്തിനെയാണ് കാണിക്കുന്നത്? ഇക്കണോമിക് ഗ്രോത്ത് ഓർ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയാണ് കാണിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പോയിന്റ് എ എന്തിനെയാണ് കാണിക്കുന്നത്? പോയിന്റ് ബി എന്തിനെയാണ് കാണിക്കുന്നത്? പോയിന്റ് സി എന്തിനെയാണ് കാണിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. 3 മാർക്കിനുള്ള 7ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. സപ്പോസ് there is growth of resources in an economy, how does it affect the PPC? ഒരു സമ്പദ് വ്യവസ്ഥയിൽ വിഭവങ്ങളുടെ വളർച്ച ഉണ്ടാകുന്നുവെന്ന് സങ്കല്പിക്കുക. ഈ മാറ്റം ഉൽപാദന സാധ്യതാ വക്രത്തെ എപ്രകാരമാണ് ബാധിക്കുന്നത്? ഇത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. there is a growth of resources, വിഭവങ്ങൾ വർദ്ധിക്കുന്നു. ഇത് PPCയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്? ഷിഫ്റ്റ് ഇൻ PPC, PPCയിലെ മാറ്റങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ അത് അപ്വേർഡ് ഷിഫ്റ്റ് ആവാം, അല്ലെങ്കിൽ ഡൗൺവേർഡ് ഷിഫ്റ്റ് ആവാം. മുകളിലേക്ക് മാറുന്നു അല്ലെങ്കിൽ താഴേക്ക് മാറുന്നു. ഇവിടെ റിസോഴ്സ് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ, വിഭവങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ PPC എങ്ങോട്ടാണ് മാറുന്നത്? എങ്ങോട്ടേക്കാണ് മാറ്റം സംഭവിക്കുന്നത്? അതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് എഴുതിയാൽ മാത്രം പോരാ, PPC കർവിൽ ഈ മാറ്റം നിങ്ങൾ വരച്ച് കാണിക്കുകയും ചെയ്യണം. ഓക്കെ, ആൻസർ ശ്രദ്ധിച്ചോളൂ. സിമ്പിൾ ആണ്. when there is growth of resources, the PPC shifts outward as shown below. that is growth of resources, വിഭവങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിഭവങ്ങളുടെ വളർച്ച എന്തിന് കാരണമാവുന്നു? PPC കർവ് മുകളിലോട്ട് മാറാൻ കാരണമാവുന്നു. ദാറ്റ് ഈസ് ഷിഫ്റ്റ് അപ്വേർഡ് ഓർ റൈറ്റ്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, അത് ഇവിടെ ഗ്രാഫിക്കലി പ്രസന്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഡയഗ്രാം കൂടെ നിങ്ങൾ
വരച്ചു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് 3 മാർക്ക് മുഴുവനായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ പി ആണ് ഒന്നാമത്തെ PPC കർവ്. ഇവിടെ P1 ആണ് രണ്ടാമത്തെ PPC കർവ്. അതായത് വിഭവങ്ങളുടെ വളർച്ച കൊണ്ട് PPC കർവ് Pയിൽ നിന്ന് P1 ആയിട്ട് റൈറ്റ് വേർഡിലേക്ക് അല്ലെങ്കിൽ വലതുവശത്തേക്ക് മാറുന്നു. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇന്നെടുത്ത ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.